അറിവിന്റെ പൊന്നോണം ഇത്തവണ CC ജനറൽ PSCയോടൊപ്പം ഏറ്റവും മികച്ച ഓഫറുകളുമായി CC ആപ്പ് വരുന്നു. ബാച്ച് സ്റ്റാർട്ടിംഗ് ഓൺ സെപ്റ്റംബർ 18. ഓഫറുകൾ അറിയുവാൻ വിളിക്കൂ 8590202323. ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൈക്കോർട്ട് OA എക്സാമുമായി ബന്ധപ്പെട്ട് അതിൽ ചോദിക്കാവുന്ന മെന്റൽ എബിലിറ്റി പോർഷനിലെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സോടെ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു മെന്റൽ എബിലിറ്റി എന്ന് പറയുന്ന ഭാഗത്ത് ചോദിക്കാൻ സാധ്യത, ഏതൊക്കെ പോർഷൻസ് ആണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ അതുകൊണ്ട് ആദ്യം തൊട്ട് അവസാനം വരെ ഈ വീഡിയോ കാണുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായും വളരെ യൂസ്ഫുൾ ആയ ക്ലാസ്സുകളായിരിക്കും. സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് എന്തായാലും ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യ ചോദ്യം നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടാവും. അപ്പോൾ രണ്ട് ഭാഷയിലുണ്ട്, ഇംഗ്ലീഷിലുണ്ട്, മലയാളത്തിലുണ്ട്. ഇംഗ്ലീഷ് അക്ഷരമാലയുടെ, ഞാൻ മലയാളമാണ് വായിക്കുന്നത്, ഇംഗ്ലീഷ് അക്ഷരമാലയുടെ അവരോഹണ ക്രമത്തിൽ J, T ഏതൊക്കെയാണ്? J, T എന്നീ അക്ഷരങ്ങളുടെ നടുവിലെ അക്ഷരത്തിന്റെ ഇടത്ത് നിന്ന് രണ്ടാമത്തെ അക്ഷരം ഏതാണ്? അതായത് നമ്മൾ A to Z വരെ നമ്മൾ എഴുതിയെന്ന് വിചാരിക്കുക. A to Z, ABCD തൊട്ടിട്ട് Z വരെ എഴുതിയിട്ടുണ്ട്. ഇവിടെ അവരോഹണ ക്രമത്തിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ അവരോഹണ ക്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ്, നേരെ തിരിച്ചെഴുതണം. Z തൊട്ടിട്ട് A വരെ തിരിച്ചെഴുതണം എന്നെന്താ പറയുന്നത്? അങ്ങനെ എഴുതി കഴിഞ്ഞാൽ J, T എന്നീ അക്ഷരങ്ങളുടെ നടുവിലെ അക്ഷരത്തിന്റെ ഇടത്ത് നിന്നും രണ്ടാമത്തെ അക്ഷരം ഏത്? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജെയും ടിയും എടുക്കണം. ഓക്കെ, അപ്പോ അവരോഹണ ക്രമത്തിൽ എഴുതുന്ന സമയത്ത് ജെയുടെ പൊസിഷൻ നമ്പർ എന്ന് പറയുന്നത് 17 ആയിരിക്കും. 17. ഇത് ഞാൻ എങ്ങനെ കണ്ടുപിടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ A to Z വരെ എഴുതുമ്പോൾ ജെയുടെ പൊസിഷൻ നമ്പർ 10 ആണ്. അപ്പോ നമ്മള് ആരോഹണ ക്രമത്തിൽ എഴുതുമ്പോൾ ആ നമ്പറിന്റെ പൊസിഷൻ നമ്പർ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ A to Z J എഴുതുമ്പോൾ അതിന്റെ പൊസിഷൻ നമ്പർ 10 എന്ന് പറഞ്ഞു. ഇനി അവരോഹണ ക്രമത്തിൽ Z തൊട്ട് A വരെ എഴുതുന്ന സമയത്ത് അതിന്റെ പൊസിഷൻ നമ്പർ എന്ന് പറയുമ്പോൾ 17 ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ ഒരു ആരോഹണ ക്രമത്തിൽ എഴുതിയാൽ അതിന്റെ ആ ഒരു സ്ഥാന നമ്പറും പൊസിഷൻ നമ്പറും അവരോഹണ ക്രമത്തിൽ എഴുതിയാൽ കിട്ടുന്ന ആ പൊസിഷൻ നമ്പറും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 27 സമ്മ് കിട്ടും. ഓക്കെ, ഏതെടുത്താലും ഫോർ എക്സാമ്പിൾ നമുക്ക് ഏറ്റവും ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് A എടുത്ത് നോക്കാം. A എന്ന് പറയുമ്പോൾ ആരോഹണ ക്രമത്തിൽ എഴുതുമ്പോൾ 1 ആണ് പൊസിഷൻ നമ്പർ, അവരോഹണ ക്രമത്തിൽ എഴുതുമ്പോൾ 26 ആണ് പൊസിഷൻ നമ്പർ. അപ്പോൾ 1 + 26 27. ഓക്കെ, ഇനി B എടുത്ത് നോക്കാം. ആരോഹണ ക്രമത്തിൽ എഴുതുമ്പോൾ 2 ആണ് പൊസിഷൻ നമ്പർ, അവരോഹണ ക്രമത്തിൽ എടുക്കുമ്പോൾ പൊസിഷൻ നമ്പർ എത്രയാണ്? 25 ആണ്. സോ 2 + 25 27. അപ്പോൾ ഇതുപോലെ ഏത് നമ്പറിന്റെയും ആരോഹണ ക്രമത്തിന്റെയും അവരോഹണ ക്രമത്തിന്റെയും സം എടുത്തു കഴിഞ്ഞാൽ, ആ ഒരു പൊസിഷൻ നമ്പറിന്റെ സം എടുത്തു കഴിഞ്ഞാൽ 27 ആയിരിക്കും വരുന്നുണ്ടാവുക. സോ ആ ഒരു ഇതിലേക്കാണ് ഞാൻ പെട്ടെന്ന് തന്നെ 17 എന്ന് പറയുന്ന നമ്പറിലേക്ക് എത്തിയിട്ടുള്ളത്. സോ അങ്ങനെ ഞങ്ങൾ ടിയുടെ എത്ര വരും? ടി എന്ന് പറയുമ്പോൾ ആരോഹണ ക്രമത്തിൽ എഴുതുമ്പോൾ 20ാമത്തെ സ്ഥാനത്തും അവരോഹണ ക്രമമാകുമ്പോൾ എത്രയായിരിക്കും ഉണ്ടാവുക? 27ലേക്ക് എത്താൻ വേണ്ടി 20 എത്ര കൂട്ടണം? 7 കൂട്ടണം. സോ എത്രയായിരിക്കും പൊസിഷൻ നമ്പർ എന്ന് പറയുന്നത്? എത്രയായിരിക്കും ഉണ്ടാവുക? 7 ആയിരിക്കും ഉണ്ടാവുക. ഇനി ഇതിന് ഇടയിൽ എന്ന് പറയുമ്പോൾ ഈ 17ഉം കൂട്ടാൻ പാടില്ല, 7ഉം കൂട്ടാൻ പാടില്ല. അപ്പൊ ഏതൊക്കെ ഉണ്ടാവും? 8, 9, 10, 11, 12, 13, 14, 15, 16. അതായത് ഇവർക്കിടയിൽ 9 നമ്പേഴ്സ് ഉണ്ടാവും. 9 ഉണ്ടാവും. ഓക്കെ, ഇനി എന്താ പറയുന്നത്? J, T എന്നീ അക്ഷരങ്ങളുടെ നടുവിലെ അക്ഷരത്തിന്റെ, അപ്പൊ ജസ്റ്റ് ഞാൻ ഇതിന്റെ ആൻസറിലേക്ക് എത്താൻ വേണ്ടി ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ J and T അതിനിടയിലുള്ള ലെറ്റേഴ്സ് എന്താണ്? അവരോഹണ ക്രമത്തിൽ ഞാനൊന്ന് എഴുതാൻ പോവാണ്. ഇവരെ നടുവിലെ ആ ഒരു ലെറ്ററിനെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ജസ്റ്റ് ഞാൻ നേരെ നമ്മൾ നോർമലി എഴുതുന്ന പോലെ HJK L M N O P Q R S. എത്ര ലെറ്റേഴ്സ് ഉണ്ട്? എത്രയുണ്ടോ? J കൂട്ടാൻ പാടില്ല അല്ലേ? സോ J കൂട്ടാൻ പാടില്ല. അപ്പൊ J എടുക്കണ്ട. ഓക്കെ, കാരണം ഇടയിൽ നിന്നല്ലേ പറഞ്ഞു. അപ്പൊ J എടുക്കണ്ട. ബാക്കി എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9 ലെറ്റേഴ്സ് ഉണ്ട്. ഇത് ഞാൻ നേരെ അവരോഹണ ക്രമത്തിൽ എഴുതുകയാണ്. സോ S R Q P O N M L K. ഇത് അവരോഹണ ക്രമത്തിൽ എഴുതി.
ഇനി എന്താണ് പറയുന്നത്? എന്നീ അക്ഷരങ്ങളുടെ നടുവിലെ അക്ഷരത്തിന്റെ, അപ്പോ ഇത് അവരോഹണ ക്രമത്തിൽ എഴുതുമ്പോൾ ആകെ 9 ലെറ്റേഴ്സ് ആണുള്ളത്. 9 ലെറ്റേഴ്സ് ആവുമ്പോൾ 5ാമത്തെ ലെറ്റർ ആയിരിക്കും നടുവിലെ സംഖ്യ എന്ന് നടുവിലെ ലെറ്റർ എന്ന് പറയുന്നത്. സോ നടുവിലെ ലെറ്റർ ഏതാണ്? ഓ ആണ്. ഓക്കെ, നടുവിലെ അക്ഷരത്തിന്റെ അതാണോ ആൻസർ? അതല്ല ആൻസർ. ഇടത്ത് നിന്നും 2ാമത്തെ അക്ഷരം ഏതെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോ ഓ ഇവിടെയാണെങ്കിൽ ഇതിന്റെ ഇടത്ത് നിന്നും 2ാമത്തെ അക്ഷരം, ഇടത്ത് നിന്നും 2ാമത്തെ അക്ഷരം. ഓക്കെ, അപ്പൊ ഏത് വരും? ഓക്കെ, ഇടത്ത് നിന്നും 2ാമത്തെ അക്ഷരം. ഓക്കെ, നമ്മള് ഓക്കെ ഇങ്ങനെ നിങ്ങൾ ഫോണിലോട്ട് നോക്കുന്ന സമയത്ത്, ഓക്കെ നിങ്ങൾ എൻ്റെ ഒരു പൊസിഷൻ നോക്കണ്ട, നിങ്ങൾ ഫോണിലൂടെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇടത്ത് എന്ന് പറയുന്നത് ഏത് സൈഡിലായിരിക്കും ഉണ്ടാവുക? ഈ സൈഡായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഈ സൈഡായിരിക്കും ഉണ്ടാവുക. സോ ആൻസർ ഏതായിരിക്കും ഉണ്ടാവുക? ഇടത്ത്. നമ്മൾ ഇടത്ത് നിന്ന് വലത്തോട്ടല്ലേ നമ്മൾ സാധാരണ ഇംഗ്ലീഷ് മലയാളമൊക്കെ എഴുതുക അല്ലെ? അറബി വലത്തുനിന്നും ഇടത്തോട്ടാണ് എഴുതാറ്, ഇംഗ്ലീഷ് ഇടത്ത് നിന്ന് വലത്തോട്ടാണ് എഴുതാറ്. സോ നമ്മൾ ഈ ഓടെ ഇടത്ത് എന്ന് പറയുമ്പോൾ ഏതെടുക്കണം? ഇതെടുക്കണം. ഞാൻ നിൽക്കുന്ന രീതി നോക്കണ്ട. ഓക്കെ, ഓടെ ഇടത്ത് എന്ന് പറയുമ്പോൾ ഏത് നോക്കണം? ഈ സൈഡാണ് നോക്കണം. ഇത് ലെഫ്റ്റും ഇത് റൈറ്റും ആണ്. ഓക്കെ, അപ്പോ ഇടത്ത് നിന്ന് 2ാമത്തെ അക്ഷരം ഏതാണ്? അപ്പൊ ഇടത്ത് നിന്ന് 2ാമത്തെ അക്ഷരം ഏതാണ്? ക്യൂ ആണ്. ഏതാണ്? ക്യൂ ആണ് ആൻസർ എന്ന് പറയുന്നത്. ക്യൂ ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ക്യൂ ആണ് ആൻസർ. അപ്പോൾ ഇവിടെ ആൻസർ ഏതാണ്? ക്യൂ. ഓപ്ഷൻ സി, ക്യൂ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരും. അപ്പോൾ കുറച്ച് ടൈം എടുക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ജസ്റ്റ് പറഞ്ഞ് വന്ന സമയത്ത് കുറച്ച് ടൈം എടുത്തിട്ടുണ്ട്. നിങ്ങൾ സ്പീഡായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഞാൻ എല്ലാവർക്കും മനസ്സിലാവണം എന്ന രീതിയിലാണ് ഒന്ന് പതുക്കെ ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് വൈസ് ആയിട്ട് ചെയ്ത് നമ്മൾ ആൻസറിലേക്ക് എത്തിയത്. ഇവിടെ ചെയ്ത സ്റ്റെപ്പുകൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? അവരോഹണ ക്രമത്തിൽ എഴുതി, എന്നിട്ട് അതിനിടയിലുള്ള ലെറ്റേഴ്സ് ഏതൊക്കെയും ജസ്റ്റ് ഒന്ന് അവരോഹണ ക്രമത്തിൽ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് നടുവിലെ ആളെ കണ്ടുപിടിച്ചു. നടുവിലെ ആളെ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ അതിലെ ഇടത്ത് നിന്ന് 2ാമത്തെ ലെറ്റർ നമ്മൾ കണ്ടുപിടിച്ചു. നമുക്ക് ക്യൂ എന്ന് പറയുന്ന ആൻസറിലേക്ക് നമ്മൾ. സോ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 12 മണിക്കൂർ സമയദൈർഘ്യത്തിനുള്ളിൽ ഒരു ക്ലോക്കിലെ സൂചികൾ എത്ര തവണ മട്ടകോൺ കാണിക്കും? ആക്ച്വലി ഈ ക്വസ്റ്റ്യനിൽ ഇവിടെ ആൻസറിൽ മിസ്റ്റേക്ക് ഉണ്ട്. പക്ഷെ ഇവരെ ഉദ്ദേശിച്ച ആൻസർ എന്നാണ് ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഒരു ദിവസം, അതായത് 24 മണിക്കൂറിൽ ഈ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും 44 തവണ എന്ത് കാണിക്കും? ഈ മട്ടകോൺ കാണിക്കും, 90 ഡിഗ്രി കാണിക്കും. ഓക്കെ, എന്താ പറഞ്ഞത്? ഒരു ദിവസത്തിനുള്ളിൽ 44 തവണ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും മട്ടകോൺ കാണിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ 24ന്റെ പകുതിയാണെന്താ? 12 മണിക്കൂർ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് ഈ 12 മണിക്കൂറിൽ എത്ര തവണ കാണിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ നേർ പകുതി എത്രയായിരിക്കും ഉണ്ടാവുക? 22 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. പക്ഷേ അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ കാണുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു ക്വസ്റ്റ്യനിൽ മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറഞ്ഞത്. ഇനി അവർ ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെ ഏത് ആൻസറിലേക്കാണ് എത്തുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 12 മണിക്കൂർ സമയ ദൈർഘ്യത്തിനുള്ളിൽ, അതായത് നിങ്ങൾ മനസ്സിലാക്കുക ഒരു മണിക്കൂറിൽ, ഓക്കെ, അതായത് ഇപ്പൊ ഞാൻ ജസ്റ്റ് ഇവിടെ ക്ലോക്ക് വരക്കുന്നുണ്ട്. ഇപ്പൊ ഞാനിവിടെ 4ഉം 5ഉം കാണിക്കുകയാണ്. അപ്പൊ മണിക്കൂർ സൂചി ഇങ്ങനെയാണ്. ഇങ്ങനെയും 90 ഡിഗ്രി സംഭവിക്കാം, നേരെ ഓപ്പോസിറ്റും ഇങ്ങനെയും 90 ഡിഗ്രി സംഭവിക്കാം. അപ്പൊ 4നും 5 മണിക്കൂർ ഇടയിൽ ഒരു 4:05 ആവുന്ന സമയത്തും 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ 4 മണിക്കും 5 മണിക്കും ഇടയിൽ ഏതൊക്കെ സമയങ്ങളാണ് 90 ഡിഗ്രി ആവുക? ഒരു 4:05 ആവുന്ന സമയത്ത്, അല്ലെങ്കിൽ 4:05 ആവുന്ന സമയത്ത് 90 ഡിഗ്രി. അതുപോലെ 4:35 അടുത്ത സമയത്തും എന്താണ്? 90 ഡിഗ്രി. അപ്പൊ 2 തവണ, ഒരു മണിക്കൂറിൽ 2 തവണ എന്ത് സംഭവിക്കുന്നുണ്ട്? 90 ഡിഗ്രി അഥവാ മട്ടകോൺ സംഭവിക്കുന്നുണ്ട്. അപ്പോ ഒരു മണിക്കൂറിൽ 2 തവണയാണെങ്കിൽ 12 മണിക്കൂറിൽ എത്രയായിരിക്കും ഉണ്ടാവുക? 12 × 2, നമ്മൾ ക്രോസ് ചെയ്താൽ മതി. 12 × 2 ഡിവൈഡഡ് ബൈ 1 ചെയ്യുമ്പോൾ 24 എന്ന് പറയുന്ന ആൻസറിലേക്ക് നമ്മൾ എത്തും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ലോജിക്കിലാണ് ഇവര് ഈ ക്വസ്റ്റ്യൻ ഇട്ടെങ്കിൽ ആൻസർ ഏതാണ്? 24 ആണ് വരിക. ഓക്കെ, പക്ഷേ ആക്ച്വലി ആൻസർ തെറ്റാണ്. കറക്റ്റ് ആൻസർ ഏതാ വേണ്ടത്? 22 ആണ്. അതായത് ഞാൻ ഇങ്ങനെ പറഞ്ഞല്ലോ, ഒരു ദിവസത്തിൽ 44 തവണയാണെങ്കിൽ 12 മണിക്കൂർ അതിന്റെ പകുതിയാണ്, 24ന്റെ പകുതിയാണ് 12. അങ്ങനെയാണെങ്കിൽ 44ന്റെ പകുതി 22. ഓക്കെ, അപ്പോൾ ഇവിടെ കൃത്യമായിട്ടുള്ള ആൻസർ ഇല്ല. പക്ഷെ ഇവർ ഉദ്ദേശിച്ച രീതിയാണെങ്കിൽ 24 ആണ് ആൻസർ. ഓക്കെ, പക്ഷെ അത്
കറക്റ്റ് ആയിട്ടുള്ള ആൻസറും അല്ല. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് മൂവ് ചെയ്യാം. ഇഫ് ദ ഡേ ആഫ്റ്റർ ടുമാറോ ഈസ് സൺഡേ, വാട്ട് വാസ് ദ ഡേ ബിഫോർ യെസ്റ്റർഡേ? അതായത് ദ ഡേ ആഫ്റ്റർ ടുമാറോ ഈസ് സൺഡേ, അതായത് നാളത്തെ കഴിഞ്ഞാലുള്ള അടുത്ത ദിവസം, നാളെ കഴിഞ്ഞാലുള്ള അടുത്ത ദിവസം ഉണ്ടല്ലോ, അതെന്താണ്? സൺഡേ ആണ്. ഓക്കെ, ദ ഡേ ആഫ്റ്റർ ടുമാറോ, നാളത്തെ ദിവസം കഴിഞ്ഞിട്ടുള്ള അടുത്ത ദിവസം. ഓക്കെ, നാളെ കഴിഞ്ഞുള്ള അടുത്ത ദിവസം അത് സൺഡേ ആണെങ്കിൽ വാട്ട് വാസ് ദ ഡേ ബിഫോർ യെസ്റ്റർഡേ? ഇന്നലത്തെ തൊട്ട് മുൻപുള്ള ദിവസം ഏതാണ്? അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഇവിടെ ലോജിക്കലി ചിന്തിച്ചാൽ മതി, വേറെ ഒന്നും ആവശ്യമില്ല. നാളത്തെ തൊട്ട് അടുത്ത ദിവസം സൺഡേ ആണെങ്കിൽ നാളെ ഏതായിരിക്കും ഉണ്ടാവുക? സാറ്റർഡേ. സോ ഇന്ന് ഏതായിരിക്കും ഉണ്ടാവുക? ഇന്ന് ഫ്രൈഡേ. ഓക്കെ, ഫ്രൈഡേ. പിന്നെ ഇനി എന്താ പറയുന്നത്? അപ്പോ ഇന്ന് ഫ്രൈഡേ ആണ്. വാട്ട് വാസ് ദ ഡേ ബിഫോർ യെസ്റ്റർഡേ? അതായത് ഇന്നലത്തെ തൊട്ട് മുൻപത്തെ ദിവസം ഏതാ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ അടുത്തത് നിങ്ങൾ നോക്കേണ്ടത് വാട്ട് വാസ് ദ ഡേ ബിഫോർ യെസ്റ്റർഡേ എന്നുള്ളതാണ്. അപ്പൊ ഇന്ന് ഫ്രൈഡേ ആണെങ്കിൽ ഇന്നലെ ഏതായിരിക്കും ഉണ്ടാവുക? ഇന്നലെ ഏത് ദിവസമായിരിക്കും ഉണ്ടാവുകടോ? ഇന്നലെ വ്യാഴം, തേഴ്സ്ഡേ ആയിരിക്കും ഉണ്ടാവുക അല്ലേ? ഇനി ഇവിടെ ചോദ്യം എന്താണ്? വാട്ട് വാസ് ദ ഡേ ബിഫോർ യെസ്റ്റർഡേ? ഇന്നലത്തെ തൊട്ട് മുൻപുള്ള ദിവസം ഏതാ? അപ്പോ വ്യാഴാഴ്ചയുടെ തൊട്ട് മുൻപുള്ള ദിവസം ഏതാണ്? വെനസ്ഡേ അഥവാ ബുധനാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഇല്ല. സോ ഇവിടെ ആൻസർ ഏതാണ്? നൺ ഓഫ് ദീസ് എന്ന് പറയുന്ന ആൻസർ ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പൊ ഒന്നുകൂടി പറഞ്ഞുതരാം. ഇഫ് ദ ഡേ ആഫ്റ്റർ ടുമാറോ ഈസ് സൺഡേ, നാളെ കഴിഞ്ഞാലുള്ള തൊട്ട് ദിവസം ഞായറാണ്. അപ്പോ നാളെ ശനി, ഇന്ന് വെള്ളി. വാട്ട് വാസ് ദ ഡേ ബിഫോർ യെസ്റ്റർഡേ? അതായത് ഇന്നലത്തെ തൊട്ട് മുൻപുള്ള ദിവസം ഏതാണ്? ഇന്ന് വെള്ളിയാണെങ്കിൽ ഇന്നലെ വ്യാഴമാണ്, അതിന്റെ തൊട്ട് മുൻപുള്ള ദിവസം ഏതാണ്? ബുധനാണ്. അങ്ങനെയാണ് നമ്മുടെ ആൻസർ ഏതാണ്? നൺ ഓഫ് ദീസ് എബോവ് എന്ന് പറയുന്ന ആൻസറിലേക്കാണ് നമ്മൾ എത്തുക. സോ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. അടുത്തത്, ഇഫ് എ ക്ലോക്ക് ഷോസ് 2:40 AM, the angle between the two hands is ഡാഷ് ഡിഗ്രീസ്. അതായത് 2:40 എന്ന് പറയുന്ന സമയമാകുമ്പോൾ രണ്ട് സൂചികളും തമ്മിലുള്ള കോണളവ് എത്രയായിരിക്കും എന്നുള്ളത്, അതായത് മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് എത്രയായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. സോ നമുക്കറിയാം ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 30h - 11/2 എന്നുള്ളതാണ്. ഇതെല്ലാതെയും കണ്ടുപിടിക്കാം, പക്ഷെ നമ്മൾ അത് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. നമുക്ക് ഈക്വേഷൻ ഇല്ലാതെയും നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും, പക്ഷെ അത് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഈ ഒരു ഇക്വേഷൻ വെച്ച് ഇവിടെ സോൾവ് ചെയ്യുന്നത് കേട്ടോ. അപ്പോ 30h എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മണിക്കൂറിനെയാണ് h എന്ന് സൂചിപ്പിക്കുന്നത്. അപ്പോൾ 30 × 2 - 11/2 × 40. m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിറ്റും h എന്ന് പറഞ്ഞാൽ മണിക്കൂറുമാണ്. അപ്പൊ 30 × 2 എന്ന് പറഞ്ഞാൽ 60 മൈനസ് എത്ര വരും? 20. 2ഉം 40 നമ്മൾ വെട്ടിച്ചെറുതാക്കി. 2ൽ 2 ഒരു തവണ, 40ൽ 2 20 തവണ. സോ 11 × 20 എന്ന് പറയുമ്പോൾ 220 കിട്ടും. ഓക്കെ, അപ്പൊ 60 - 220 ചെയ്യുമ്പോൾ നമുക്ക് -160 ഡിഗ്രി എന്ന് കിട്ടും. ആംഗിൾ ഒരിക്കലും നമ്മൾ മൈനസിൽ പറയൂല. സോ അതുകൊണ്ട് നമ്മുടെ ആൻസർ ഏതാണ്? 160 ഡിഗ്രി എന്ന് പറയുന്ന ആൻസർ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. അപ്പൊ ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് 30h - 11/2 എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. h എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മണിക്കൂറിനെയും m എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മിനിറ്റിനെയും സൂചിപ്പിക്കുന്നു. ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ട കാര്യം കൂടി ഉണ്ട്. അഥവാ നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻ പ്രകാരം ചെയ്യുമ്പോൾ ആംഗിൾ 180നേക്കാൾ കൂടുതൽ കിട്ടുകയാണെങ്കിൽ, 180 ഡിഗ്രിയേക്കാൾ കൂടുതൽ ആംഗിൾ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 360ൽ നിന്ന് ആ ആംഗിൾ മൈനസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് 210 ആണ് കിട്ടിയത്. ഈ ഒരു ഇക്വേഷൻ പ്രകാരം 210 ആണ് കിട്ടിയത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെ നിങ്ങൾ
ഒരു 360 നിന്നും 210 എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. അപ്പോൾ കിട്ടുന്ന 150 ആയിരിക്കും യഥാർത്ഥ ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതുകൂടി ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ആംഗിൾ എന്ന് പറയുന്ന ഭാഗം. കാരണം നിരന്തരമായിട്ട് ചോദിക്കുന്ന ഒരു ഏരിയയാണ് ആംഗിളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് ഇതിൽ പ്രതിബിംബം കാണാനുള്ള ചോദ്യങ്ങൾ ലോജിക്കലിന്റെ ഭാഗത്ത്, ലോജിക്കൽ റീസണിങ്ങിന്റെ ഭാഗത്ത് ചോദിക്കാറുണ്ട്. കോൺ എപ്പോഴും ചോദിക്കാറുണ്ട്. കൃത്യമായിട്ട് തന്നെ ഇത് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, so next, which of the following is equivalent to 0.051? അതായത് 0.051 തുല്യമായിട്ടുള്ള ഭിന്ന സംഖ്യ ഇതിൽ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ പോയിന്റിന് ശേഷം 3 സ്ഥാനങ്ങളുണ്ട്. പോയിന്റിന് ശേഷം 3 സ്ഥാനങ്ങൾ ഉണ്ടെങ്കിൽ, പോയിന്റിന് ശേഷം 1 സ്ഥാനമാണെങ്കിൽ ഛേദത്തിൽ 10 ആയിരിക്കും ഉണ്ടാവുക. പോയിന്റിന് ശേഷം 2 നമ്പേഴ്സ് ആണെങ്കിൽ ഛേദം എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. നമ്മൾ P/Q ഫോമിൽ എഴുതി കഴിഞ്ഞാൽ Q ആണ് ഛേദം, P ആണ് അംശം. സോ പോയിന്റിന് ശേഷം 2 സ്ഥാനങ്ങൾ ഉണ്ടെങ്കിൽ എന്താണ് അവിടെ താഴത്ത്, അതായത് ഛേദത്തില് 100 ആയിരിക്കും. പോയിന്റിന് ശേഷം 3 സ്ഥാനമാണെങ്കിൽ ഛേദത്തില് 1000 ആയിരിക്കും. സോ അപ്പോൾ തന്നെ നമ്മൾ ആൻസറിലേക്ക് എത്തി. ഇവിടെ C ആയിരിക്കും ആൻസർ എന്ന് പറയുന്ന ആൻസറിലേക്ക് എത്തി. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാണ്, അപ്പൊ ഛേദത്തിൽ 1000 ആയിരിക്കും ഉണ്ടാവുക. ബിക്കോസ് എന്തുകൊണ്ടാണ് ഇവിടെ ഈ ഒരു ഡെസിമൽ നമ്പറിൽ പോയിന്റിന് ശേഷം 3 സ്ഥാനങ്ങളുണ്ട്. സോ അതുകൊണ്ട് തന്നെ താഴെ ഛേദമായിട്ട് 1000 ആയിരിക്കും വരുന്നുണ്ടാവുക. മുകളിൽ ഏതായിരിക്കും, മുകളിൽ 51. അപ്പൊ 51/1000 ചെയ്യുമ്പോഴാണ് നമുക്ക് ഏത് ആൻസറിലേക്ക് എത്തുക, നമ്മൾ ഈ ഒരു ആൻസറിലേക്ക് നമ്മൾ എത്തുക. ആ ഒരു സ്റ്റെപ്പ് ചെയ്താലേ നമ്മൾ ഈ ഒരു ആൻസറിലേക്ക് എത്തുക. ഓക്കെ, നേരെ തിരിച്ചും പറയാം, ഇങ്ങനെയും പറയാം, ഇങ്ങനെയും പറയാം, രണ്ടും ശരിയാണ്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ ബോർഡ് മാസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇപ്പൊ ഈ ബോർഡ് മാസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ തെറ്റിക്കുന്ന ആൾക്കാർ ഇത് കാണുമ്പോൾ തന്നെ അവര് കോൺഫിഡൻസ് മൊത്തത്തിൽ പോയിട്ടുണ്ടാവും അല്ലെ. കാരണം ഇതിൽ ഒരുപാട് ഓപ്പറേഷൻസ് കിടക്കുന്നുണ്ട്. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ മൊത്തം അല്ലെ ടമാർ പട്ടാർ എന്ന് പറയത്തില്ലേ, അതുപോലെ ആയിരിക്കും അല്ലെ. അപ്പോ ജസ്റ്റ് നമുക്ക് സിമ്പിളാണ്, കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മതി. ഇപ്പൊ ബോർഡ് മാസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ബോർഡ് മാസ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റത്തില്ല. അതിനൊരു ഓർഡർ ഉണ്ട്. ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ബ്രാക്കറ്റിനാണ് ഫസ്റ്റ് പ്രയോറിറ്റി. പിന്നെ ഓഫ് ഉണ്ടെങ്കിൽ ഓഫിനാണ് പ്രയോറിറ്റി. ഇവിടെ ഓഫ് ഇല്ലാത്തതുകൊണ്ട് ഓഫിന്റെ കാര്യം നമ്മൾ ഇവിടെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ ക്വസ്റ്റ്യനിൽ. പിന്നെ ഡിവിഷൻ, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ അഡീഷൻ, പിന്നെ സബ്സ്ട്രാക്ഷൻ. ഓക്കെ, അഡീഷൻ എന്ന് പറഞ്ഞാൽ കൂട്ടൽ, സബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ കുറയ്ക്കൽ അല്ലെ. അപ്പോ നോക്കി നോക്കാം. അപ്പൊ ബോർഡ് മാസ് അല്ലെ, ഇവിടെ നമ്മൾ ഇവിടെ ചെയ്യുകയാണ്. അപ്പൊ ഇവിടെ ബ്രാക്കറ്റ് ഞാൻ ഈ നമ്പേഴ്സ് ജസ്റ്റ് ഇവിടേക്ക് എടുത്ത് എഴുതുവാണ്. 1/1 -1 ഇൻറ്റു 1 പ്ലസ് ബ്രാക്കറ്റിൽ 1 + 1 ഡിവിഷൻ 1 ഡിവൈഡഡ് ബൈ 1 + 1 ഡിവിഷൻ 1 + 1 ഇൻറ്റു 1. ഓക്കെ, തെറ്റിയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. നമ്പേഴ്സ് ഒക്കെ എല്ലാം ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് തുടങ്ങാം. അപ്പൊ ഫസ്റ്റ് ഞാൻ സോൾവ് ചെയ്യാണ്. 1 ഹരിക്കണം 1 എന്ന് പറയുമ്പോൾ 1 വരിക. മൈനസ് 1 × 1 എന്ന് പറയുമ്പോൾ 1 വരും. പ്ലസ് 1 + 1 2 ഡിവിഷൻ 1 ചെയ്യാൻ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവിടെ നമ്മൾ എല്ലാതും ഉണ്ട്, പ്ലസ് ഉണ്ട്, ഇൻറ്റു ഉണ്ട്, ഡിവിഷൻ ഉണ്ട്. 2 ഡിവിഷനൊക്കെ താഴത്തുണ്ട്. സോ നമ്മൾ ആദ്യം ഡിവിഷൻ ചെയ്യാം. 1/1 എന്ന് പറയുമ്പോൾ 1 തന്നെ. 1 + 1 ഇത് ചെയ്തു. പ്ലസ് ഇവിടുത്തെ ഡിവിഷൻ ചെയ്തു. പ്ലസ് 1 ഇൻറ്റു 1 ഡിവിഷൻ 1 എന്ന് പറയുമ്പോൾ എഗെയിൻ 1. അപ്പൊ ഇങ്ങനെ വരും താഴത്തെ സ്റ്റെപ്പിൽ 1 - 1 പ്ലസ് 2 അല്ലെ. 2 ഡിവിഷൻ 1 എന്ന് പറയുമ്പോൾ പ്ലസ് 2. നിങ്ങളൊന്ന് കൃത്യമായിട്ടൊന്ന് ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് പതുക്കെ സ്ലോ ആയിട്ട് റിപ്പീറ്റ് അടിച്ച് കാണാൻ ശ്രമിക്കുക. പിന്നെ താഴത്താണെങ്കിൽ 1 + 1 എന്ന് പറയുമ്പോൾ 2 വരും.
പ്ലസ് 1 into 1 എത്രയാ 1 അല്ലേ? അപ്പോൾ ഈ 1ഉം ഈ -1ഉം നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ബാക്കി എന്ത് വരും? 2/3 എന്ന് വരും. 2/3 എന്ന് വരും. സോ 2/3 ആണ് ആൻസർ ആയിട്ട് വരിക. 2/3 ഓക്കെ ആണല്ലോ? 2/3 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 2/3 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ കറക്റ്റായിട്ട് ആ ഒരു റൂളും പിന്നെ ഓപ്പറേഷൻസ് കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മൾ 2/3 എന്ന് പറഞ്ഞ ആൻസറിലേക്ക് എത്തും. അപ്പം നിങ്ങൾക്ക് ചെറിയ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ഒന്ന് റിപ്പീറ്റ് അടിച്ച് കണ്ടാൽ മതി എങ്ങനെയാണ് ഞാൻ ഓരോ സ്റ്റെപ്പിലോട്ടും പോകുന്നത് എന്നുള്ളതൊക്കെ. ഓക്കെ, അപ്പോൾ 2/3 ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പം എന്തായാലും ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇവിടെ കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാണ്. ദ ലാസ്റ്റ് ഡിജിറ്റ് ഓഫ് ദി നമ്പർ 7147 റേസ് ടു 541, അതായത് 7147 റേസ് ടു 541 എന്ന സംഖ്യയുടെ അവസാന അക്കം ഏതാണ്? ഇത് ഒരു നമുക്കൊരു എക്സ്പോണൻസ് എന്ന് പറയുന്ന ഭാഗത്ത് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. കറക്റ്റ് അതൊരു റീസണിങ് ക്വസ്റ്റ്യൻ അല്ല. അപ്പോൾ ഇങ്ങനെ പലപ്പോഴായിട്ടും ചോദിക്കാറുണ്ട് ഇങ്ങനത്തെ ചോദ്യങ്ങൾ പല നമ്പേഴ്സ് വെച്ചിട്ട്. നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ ചെയ്യാനുള്ള ലോജിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 7ന്റെ പവേഴ്സ് ഒന്ന് എഴുതുക. 7 റേസ് ടു 1 എന്ന് പറയുമ്പോൾ 7 തന്നെ. 7 സ്ക്വയർ എന്ന് പറയുമ്പോൾ 49. 7 ക്യൂബ് എന്ന് പറയുമ്പോൾ എത്ര വരും? ഏകദേശം 343. ദെൻ 7 റേസ് ടു 4 എന്ന് പറയുമ്പോൾ നമ്പർ ഞാൻ എഴുതുന്നില്ല, പക്ഷെ അതിന്റെ അവസാനത്തിൽ 3 into 7 ഓക്കെ 21 ആയിരിക്കും. അതിന്റെ ഒറ്റയുടെ സ്ഥാനത്ത് 21 ആയിരിക്കും. പിന്നെ 7 റേസ് ടു 5 എന്ന് പറയുമ്പോൾ നമ്പർ ഞാൻ എഴുതുന്നില്ല, സ്വാഭാവികമായിട്ടും അതിന്റെ ഒറ്റയുടെ സ്ഥാനത്ത് 7 ആയിരിക്കും ഉണ്ടാവും. അതെങ്ങനെ കണ്ടുപിടിച്ചു? അതായത് ഇതെന്നെ റിപ്പീറ്റ് ചെയ്യും. ഈ ഒരു ഒറ്റയുടെ സ്ഥാനത്ത് നമ്പേഴ്സ് നോക്കിയാൽ മതി. ഈ ഒരു പാറ്റേൺ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യും. 7 9 3 1 7 9 3 1 ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യും. അപ്പൊ നമ്പർ ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് എങ്ങനെയാണ് ഒറ്റയുടെ സ്ഥാനത്ത് നമ്പർ കണ്ടുപിടിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ ലാസ്റ്റ് ഒറ്റ പണ്ടില്ല. ഇപ്പൊ ഇവിടെ നോക്കിയാൽ നിങ്ങൾ 7നെ 7 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 49. ഓക്കെ, അപ്പൊ 49ൽ 9നെ 7 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒറ്റയുടെ സ്ഥാനത്ത് 3 വന്നു അല്ലെ? 9 into 7 63, ഒറ്റയുടെ സ്ഥാനത്ത് 3 വന്നു. ഇനി 3നെ 7 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ഒറ്റയുടെ സ്ഥാനത്ത് 3 into 7 21 ഒന്നായിരിക്കും ഒറ്റയുടെ സ്ഥാനത്ത് വരുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഫുള്ളായിട്ട് ആൻസർ എഴുതാതെ ജസ്റ്റ് ഒറ്റയുടെ സ്ഥാനത്ത്, നമുക്ക് ഒറ്റയുടെ സ്ഥാനത്ത് നമ്പർ മാത്രം മതി അല്ലെ? അവസാനക്കം എന്ന് പറഞ്ഞാൽ ഒറ്റയുടെ സ്ഥാനത്ത് അക്കം അല്ലെ? അപ്പോൾ അത് മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ജസ്റ്റ് ആ നമ്പേഴ്സ് മാത്രം അല്ലെ? ഏതൊക്കെ നമ്പേഴ്സാണ് റിപ്പീറ്റ് ചെയ്യുന്നത്? 7 9 കറക്റ്റ് ഓർഡർ തന്നെ എഴുതണം കേട്ടോ. 7 9 3 1 അല്ലെ? അപ്പൊ ഞാനിവിടെ 1, ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 4 എഴുതുകയാണ്. ഇങ്ങനെ ജസ്റ്റ് അതിന് എന്താണെന്ന് പറഞ്ഞു തരാം. ഇനി ഇവിടെ പറയുന്നത് 541 പവർ 541 വരുമ്പോൾ എന്തായിരിക്കും അവസാന അക്കം എന്നുള്ളതാണ് ചോദ്യം അല്ലെ? അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ആ 541നെ നിങ്ങൾ ഈ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്തുകൊണ്ടാണ് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എത്ര നമ്പേഴ്സാണ് റിപ്പീറ്റ് ചെയ്യുന്നത്? 1 2 3 4. ഈ 7 9 3 1 റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പൊ 4 അക്കങ്ങളാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് 541നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ ഒന്നും വേണ്ട, നമുക്ക് ബാലൻസ് എത്ര വരും നോക്കിയാൽ മതി. അപ്പോൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും നമുക്കറിയാം അല്ലേ? നമ്മൾ എങ്ങനെയാ ഡിവിസിബിലിറ്റി നോക്കുക? ലാസ്റ്റ് 2 ഡിജിറ്റ് എടുത്തിട്ട് അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കും. അപ്പോൾ 41ന് എന്തായാലും പറ്റില്ല, കാരണം ഒറ്റ സംഖ്യയാണ്. ഇതിന് തൊട്ട് മുൻപുള്ള 4ന്റെ മൾട്ടിപ്ലൈ ഏതാണ്? 40 ആണ്. സോ അതുകൊണ്ട് ശിഷ്ടം എത്രയാണ് വരിക? 1 ആണ് വരിക. 41/4 541/4 ചെയ്യുമ്പോൾ ബാലൻസ് ആയിട്ട് വരിക 1 ആയിരിക്കും ഉണ്ടാവുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ബാലൻസ് 1 വന്നു കഴിഞ്ഞാൽ 7 ആയിരിക്കും ലാസ്റ്റ് ഡിജിറ്റ്. ബാലൻസ് 2 വന്നു കഴിഞ്ഞാൽ 9 ആയിരിക്കും ലാസ്റ്റ് ഡിജിറ്റ്. സോ ബാലൻസ് 3 ആണെങ്കിലോ? ബാലൻസ് 3 ആണെങ്കിൽ 3 ആയിരിക്കും ലാസ്റ്റ് ഡിജിറ്റ്. ബാലൻസ് 4 വരില്ല. 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഒരിക്കലും ബാലൻസ് 4 വരില്ല. ബാലൻസ് 0 ആണെങ്കിൽ 1 ആയിരിക്കും ലാസ്റ്റ് ഡിജിറ്റ്. 7ന്റെ കേസിൽ മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇവിടെ നമുക്ക് ബാലൻസ് 1 കിട്ടി. ബാലൻസ് 1 ആണെങ്കിൽ 7 ആണ് ലാസ്റ്റ് ഡിജിറ്റ്. ബാലൻസ് 2 ആണെങ്കിൽ 9 ആണ് ലാസ്റ്റ് ഡിജിറ്റ്. ബാലൻസ് 3 ആണെങ്കിൽ 3 ആണ് ലാസ്റ്റ് ഡിജിറ്റ്. അങ്ങനെയാണ് അതിന്റെ ഓർഡർ കിടക്കുന്നത്.
അപ്പോൾ ഇവിടെ ഏതായിരിക്കും ആൻസർ? ഇവിടെ ബാലൻസ് 1 ആണ്. സോ ഏതായിരിക്കും ആൻസർ വരുന്നുണ്ടാവുക? സി ആയിരിക്കും ഇവിടെ ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ വളരെ ഈസി ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ചു. ചെറുതായിട്ട് പവേഴ്സ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്ക് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും, എങ്കിലും വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ചോദ്യം തന്നെയാണ്. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് റീസണിങ്ങിന്റെ ഭാഗത്ത് ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് റീസണിംഗ് എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു എക്സ്പോണൻസ് എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫ്രീക്വന്റ് ആയിട്ട് ഇത്തരം ചോദ്യങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു മാർക്ക് ഈ റീസണിങ്ങിന്റെ ഭാഗത്ത് നിന്ന് ആൻസർ ചെയ്യാൻ പറ്റും. പിന്നെ പറയാനുള്ളത്, എക്സാം അടുത്തു. ഒക്ടോബർ 20-നാണ് എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ 45 ദിവസത്തെ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതിന് അഡ്മിഷൻസ് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും കവർ ചെയ്യുന്ന ഒരു ക്ലാസ്സുകളായിരിക്കും. ഇതുപോലെ നമ്മൾ മെന്റൽ എബിലിറ്റി ഏരിയയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ കോഴ്സിന്റെ ഭാഗമാവാൻ ശ്രമിക്കുക. ഒരു പഠിച്ചു കഴിഞ്ഞ ആൾക്കാർക്ക് ഒരു റിവിഷൻ പോലെയും ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത്. സോ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് 8590202323 നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ മെന്റൽ എബിലിറ്റിയുമായി ബന്ധപ്പെട്ട് അതിൽ ചോദിക്കാവുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ് അത് നിങ്ങളെ പരിചയപ്പെടുത്തുക. അതുപോലെ തന്നെ ഏതൊക്കെ ഏരിയാസ് ആണ് കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, പ്രധാനമായിട്ടും ക്ലോക്ക്, അതുപോലെ തന്നെ ഈ ഇതുപോലെ എക്സ്പോണൻസുമായി ബന്ധപ്പെട്ട റീസണിങ് ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ നമുക്ക് ചോദ്യമായിട്ട് വരാവുന്നതാണ്. അതുപോലെ നമ്മുടെ നമ്പർ സീരീസ്, അതുപോലെ തന്നെ ആൽഫബറ്റ് സീരീസ്, നമ്മൾ ഫസ്റ്റ് ഒരു ടൈപ്പ് ചോദ്യം ചെയ്തല്ലോ, അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് വരാവുന്നതാണ്. അപ്പോൾ അത് നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നായിരുന്നു ഈ ഒരു വീഡിയോയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക്